ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കേരള ലഞ്ച് മെനുവിലെ റെസിപ്പി ഒരു നാടൻ റെസിപ്പിയാണ്, കപ്പപ്പുഴുക്ക്. പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ കപ്പപ്പുഴുക്കാണ്. ഇതിൽ നമ്മൾ മത്തി വേവിച്ച് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എൻ്റെ അമ്മയാണ് റെസിപ്പി ഉണ്ടാക്കിയത്. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് മത്തി വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടിയിൽ മത്തി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും അത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു തിള വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മത്തി ഇവിടെ വെന്ത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം. കപ്പ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ കപ്പ ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 2 വിസിൽ വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് 2 വിസിലിന് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ റെഡിയാക്കാം. അപ്പോൾ ഇത് വെന്ത മീനിൻ്റെ ദശ മാത്രം മാറ്റി വയ്ക്കുകയാണ്. മുള്ള് മാറ്റിയിട്ട് അതിൻ്റെ ദശ മാത്രം നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിനായിട്ട് തേങ്ങ, ജീരകം, പച്ചമുളക്, ചെറിയുള്ളി, കരിവേപ്പില ഇത്രയും സാധനങ്ങൾ മിക്സിയിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ തരിതരിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ച മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പുഴുക്ക് കുറച്ച് നേരമായിട്ട് അടുപ്പത്തുണ്ട്. അതൊന്ന് തിള വന്നു തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ചേർത്ത് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്താൽ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ലഞ്ചിനോ ഡിന്നറിനോ ഇത് കഴിക്കാവുന്നതാണ്. ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.